മതിച്ചു വരുന്ന ഒരു ആനയെ ഊന്നുവടി കൊണ്ട് നിയന്ത്രിക്കുന്ന പാപ്പാനെ പോലെ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സത്യവും സത്യാഗ്രഹവും അഹിംസയും സമരായുധമാക്കി ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ലബ്ധിയുടെ മുന്നണി പോരാളിയായി നിന്ന മനുഷ്യൻ. സ്നേഹപൂർവം നമ്മൾ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കുന്ന മഹാത്മാ ഗാന്ധി. ആ ഗാന്ധിയുടെ പേരിൽ ഒരു കൊച്ചു പ്രോജക്റ്റ് പോലും ഈ രാജ്യത്ത് പാടില്ല എന്നൊരു ഭരണകൂടം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പേരുമാറ്റി പുതിയ ബില്ലുകൾ അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ പോലും ഒന്ന് പ്രതികരിക്കാൻ ഈ രാജ്യത്തിന് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വലിയ ചോദ്യം. ഒരു സർക്കാർ 2047 ആകുമ്പോഴേക്കും വികസിത ഭാരതം സമ്പൂർണമാക്കണം എന്ന വലിയ സ്വപ്ന സാക്ഷാത്കാരത്തിലാണത്രേ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2005 ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. 2009 ഈ പദ്ധതിയുടെ പേര് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നാക്കി മാറ്റി. ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് വരുന്ന അല്ലെങ്കിൽ കോടിക്കണക്കിന് വരുന്ന ഇന്ത്യൻ പോപ്പുലേഷന്റെ പകുതിയിൽ അധികമുള്ള സ്ത്രീ ജനതയ്ക്ക് മിനിമം 100 ദിവസമെങ്കിലും ഒരു വർഷത്തിൽ തൊഴിൽ നൽകുക എന്ന മഹത്തായ ഒരു പ്രോജക്റ്റ് ആയിരുന്നു മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ആ പദ്ധതി അനസ്യൂതം ഈ രാജ്യത്ത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എത്രയോ വീടുകളിൽ സത്യത്തിൽ തീ പുകയുന്നത് പോലും ഈ ഒരു പദ്ധതി നടപ്പിലാകുന്നത് കൊണ്ടാണ്. ഈ പദ്ധതിയിലേക്കുള്ള തൊഴിൽ തേടുന്നത് അതാത് ഗ്രാമസഭകളാണ്. ആ ഗ്രാമസഭകൾ നിശ്ചയിക്കുന്ന തൊഴിലിടങ്ങളിലേക്ക് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകൾ എത്തിച്ചേരുകയും അവർ അതാത് ദിവസത്തെ അന്നത്തിനും ആഹാരത്തിനും വേണ്ടിയുള്ള വഴി കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു അഭൂതപൂർവമായിട്ടുള്ള പദ്ധതിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ തലയിൽ വിരിഞ്ഞ ഈ സൂപ്പർ പദ്ധതി. ആ പദ്ധതി ഇത്രയും വർഷമായി ഗംഭീരമായി നടന്നു പോകുന്നതിനിടയിലാണ് മറ്റെല്ലാത്തിലും എന്ന പോലെ ഒരു വിവാദത്തിലേക്ക് ഈ പദ്ധതിയെ കൂടി കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത്. ഇത് പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശന ഭാഗം എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ നാമം ഈ പദ്ധതിയിൽ നിന്ന് മാറ്റി എന്നുള്ളതാണ്. അതിന് പകരം അവർ ആ പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക് മിഷൻ എന്നാണ്. അതായത് ചുരുക്കപ്പേരിൽ പറഞ്ഞാൽ VBG റാംജി എന്നാണ്. ഈ റാം ആണ് ഇപ്പോൾ വളരെ ശക്തമായി നമ്മൾ ഉച്ചരിക്കപ്പെടുന്നതായി കേൾക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റിൽ ഈ ബില്ലിന് അനുകൂലമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ MP-മാർ സംസാരിക്കുമ്പോൾ ജയ് ശ്രീറാം വിളികളാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഇന്ന് ശശി തരൂർ വളരെ കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹം 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന സ്വപ്നവും രാമരാജ്യം എന്ന് പറയുന്ന സ്വപ്നവും ഇത് രണ്ടും മഹാത്മാഗാന്ധിയുടെ സ്വപ്നമായിരുന്നു. അദ്ദേഹം വെടിയേറ്റ് പിടഞ്ഞു വീഴുന്ന സമയത്ത് പോലും ഹേ റാം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദം. അത്രമേൽ റാം എന്ന് പറയുന്ന ശബ്ദം മഹാത്മാഗാന്ധിയുമായി ഇടകിച്ചേർന്നിട്ടുള്ളതാണ്. പക്ഷേ ഗാന്ധിയുടെ രാമൻ എന്ന് പറയുന്നത് എല്ലാത്തിനെയും രമിപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിലുള്ള രാമനായിരുന്നു. പക്ഷേ RSSും BJPയും ചേർന്ന് ഇന്നൊരു പുതിയ രാമനെ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുമ്പോൾ ആ രാമൻ ഇസ്ലാം വിരോധത്തിന്റെ പ്രതീകമായി മാറുന്നു, ന്യൂനപക്ഷ വിരോധത്തിന്റെ പ്രതീകമായി മാറുന്നു, ഹിന്ദു രാഷ്ട്ര സംസ്ഥാപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൊടിയടയാളമായി ആ രാമൻ മാറുന്നു. അവിടെയാണ് ഗാന്ധിയും ഇപ്പോഴത്തെ രാമരാജ്യവും തമ്മിലുള്ള വ്യത്യാസം. സത്യത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുക വഴി മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയെയും കൊല്ലാനുള്ള ശ്രമമാണ് ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്നത്. കാരണം എന്താണ്? നേരത്തെ ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ 90% ഫണ്ടും കേന്ദ്രത്തിൻ്റെതാണ്, 10% വിഹിതമാണ് സ്റ്റേറ്റുകൾ നിർവഹിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ ജമ്മു കശ്മീർ ഉൾപ്പെടെ 3 സംസ്ഥാനങ്ങൾ മാറ്റി നിർത്തിയാൽ ബാക്കി ഇന്ത്യയിലെ ഏകദേശം 26ഓളം വരുന്ന സംസ്ഥാനങ്ങൾ
ഇതിന്റെ 40% വിഹിതം വഹിക്കണം എന്നുള്ളതാണ്. അതായത് 60% കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും 40% സംസ്ഥാന സർക്കാരുകളും വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതൊരു കേന്ദ്ര ഗവൺമെന്റ് പ്രോജക്റ്റായി മാത്രം മാറുകയാണ്. അങ്ങനെ വരുമ്പോൾ വലിയ തോതിലുള്ള ബാധ്യത അതാത് സംസ്ഥാന സർക്കാരുകൾക്ക് വരാൻ കൂടി ഇടയാക്കുന്ന ഒരു ബില്ലാണ് VBG റാംജി എന്ന് പറയുന്ന ഈ ഒരു ബില്ല്. ഇതുകൊണ്ട് ഇന്ത്യയിലെ യഥാർത്ഥ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനോ അല്ലെങ്കിൽ അഡ്രസ് ചെയ്യാനോ അല്ല ഒരു സർക്കാർ ആഗ്രഹിക്കുന്നത്. മറിച്ച് ഒരു ഫെഡറൽ രാഷ്ട്രീയ സംവിധാനത്തിൽ കൂടുതൽ ഉത്തരവാദിത്വം, കൂടുതൽ ബാധ്യത സംസ്ഥാന സർക്കാരുകളെ അടിച്ചേൽപ്പിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമമാണ് ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്നത്. 2047 ആകുമ്പോഴേക്കും വികസിത് ഭാരത് എന്ന് പറയുന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി ആരെയൊക്കെ പിഴിയണം, ആർക്കെതിരെ പോരാടണം എന്നുള്ളതിന്റെ അജണ്ടകളെല്ലാം വളരെ കൃത്യമായി മുന്നോട്ട് അവതരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു. PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി കുറെ കാലമായി കേരളത്തിൽ ചർച്ചാ വിഷയമായിരുന്നു. PM ശ്രീ എന്ന് പറയുന്ന പദ്ധതിയിൽ ആരും അറിയാതെ നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ പോയി ഒപ്പിട്ടു എന്നുള്ളത് കേരളത്തിൽ വ്യാപകമായ ചർച്ചയ്ക്കിടയാക്കി. CPM PM ശ്രീയെ എതിർത്തു. PM ശ്രീയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് കാവ്യവൽക്കരണമാണ്, വിദ്യാഭ്യാസ നയത്തിന്റെ കാവ്യവൽക്കരണം എന്നുള്ളതാണ്. മഹാത്മാഗാന്ധിക്കും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനും ഒക്കെ പകരം RSSന്റെ നേതാക്കന്മാരെ കുറിച്ച് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായി അതിനകത്ത് കടന്നുകൂടിയിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ പേരിൽ നിന്ന് പോലും മഹാത്മാഗാന്ധിയെ മാറ്റുകയാണ്. ഇന്ത്യയിലെ പരസഹസ്രം കോടി ജനങ്ങൾ അവരുടെ തൊഴിലിടങ്ങളിൽ നിന്ന് സ്ഥിരമായി ഉച്ചരിച്ചിരുന്ന ഗാന്ധി മന്ത്രണം ഈ പരിപാടിയുടെ പേരുമാറ്റലോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ഗാന്ധി മരിക്കുകയും ഗാന്ധി ഓർമ്മിപ്പിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നത് ഈ രാജ്യത്തിന്റെ മരണം കൂടിയാണ്.